GCCയിലുള്ളൊരു സുഹൃത്തിൻ്റെ സ്റ്റോറി കണ്ടിരുന്നു. അത് ഇങ്ങനെയാണ്: യുദ്ധഭീതി ഇന്നലെ വരെ വാർത്തയായിരുന്നു, ഇന്നത് കൺമുമ്പിലാണ് എന്നുള്ളത്. ഇന്നതിൻ്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ നാട്ടിലെ മലയാളികളായ ഒരു ചെറിയ വിഭാഗം മനുഷ്യന്മാർ അതൊക്കെ ആഘോഷിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന് പോലും അറിയാതെ അപ്പുറത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോടുള്ള വെറുപ്പ് കാരണം അധിക്ഷേപിക്കുകയും അതൊക്കെ ആഘോഷിക്കുകയുമാണ് എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ സമയം വരെ ഏകദേശം 60ഓളം വിദ്യാർത്ഥികൾ, അതോടൊപ്പം അബുദാബിയിൽ ഒരു പാകിസ്ഥാൻ സ്വദേശിയും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 60ഓളം മനുഷ്യരല്ല കൊല്ലപ്പെടുന്നത്, 60ഓളം പ്രതീക്ഷകൾ, 60ഓളം സ്വപ്നങ്ങൾ, 60ഓളം കുടുംബങ്ങളുടെ സന്തോഷങ്ങളാണ് ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത് എന്നുള്ളതാണ്. ഈ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്ന മനുഷ്യരും അവരുടെ കുടുംബങ്ങളൊക്കെ എപ്പോഴും സേഫാണ്. കൊല്ലപ്പെടുന്നതോ സാധാരണക്കാരായ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാത്ത കുറേയേറെ നിഷ്കളങ്കരായ മനുഷ്യരാണ് എന്നുള്ളതാണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: യുദ്ധം നമ്മളെ ബാധിക്കാത്തിടത്തോളം മാത്രമാണ് അതൊരാഘോഷം. യുദ്ധം നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്നത് വരെ മാത്രമാണ് നമുക്കതൊരാഘോഷം എന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.